നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന് ശക്തമായ തിരിച്ചടി നൽകിക്കൊണ്ട് വീണ്ടും ഒരു ഹൈക്കോടതി വിധി വന്നിരിക്കുന്നു. ഇന്ന് രാവിലെയാണ് CMRLന്റെ അപ്പീൽ ഹർജി പരിഗണിച്ചുകൊണ്ട് ഹൈക്കോടതി ഇഡിക്ക് അന്വേഷണം തുടരാമെന്ന നിർണായകമായ വിധി പറഞ്ഞത്. നേരത്തെ CMRL ഇഡിയുടെ അന്വേഷണം തടസ്സപ്പെടുത്താൻ വേണ്ടി ഇത്തരത്തിൽ ഒരു ഹർജി ഹൈക്കോടതിയിൽ നൽകിയിരുന്നു. 2024 ഇഡി അന്വേഷണത്തിൻ്റെ ഭാഗമായി ഒരു ECIR രജിസ്റ്റർ ചെയ്തത്. പിന്നീട് അങ്ങോട്ട് ഇഡിയുടെ തുടർ നടപടി തടസ്സപ്പെടുത്താനാണ് ഹൈക്കോടതിയിൽ ഇത്തരത്തിലൊരു ഹർജി CMRL നൽകിയിരുന്നത്. 2 വർഷത്തിന് ശേഷമാണ് ഈ കേസിൽ ഹൈക്കോടതി വിധി പറഞ്ഞത്. ആ വിധി അനുസരിച്ച് ഇഡിക്ക് കേസുമായി അല്ലെങ്കിൽ കേസ് അന്വേഷണവുമായി മുന്നോട്ട് പോകാം എന്ന ഒരു പച്ചക്കൊടി കാട്ടിയത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു. എന്നാൽ ആ ഒരു ഇഡിയുടെ അന്വേഷണം അല്ലെങ്കിൽ ഇഡിയുടെ റെയ്ഡ് ഈ പറയുന്ന സിംഗിൾ ബെഞ്ച് വിധിക്ക് ശേഷമാണ് നടന്നത്. അതിനുശേഷമാണ് സിംഗിൾ ബെഞ്ച് വിധി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു വട്ടം കൂടി CMRL ഒരു ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് നൽകുന്നത്. ആ ഹർജി കഴിഞ്ഞ ദിവസം പരിഗണിച്ച ഹൈക്കോടതി ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാമെന്നും വെള്ളിയാഴ്ച വിധി പറയാമെന്നും പറഞ്ഞിരുന്നു. അതുവരെ കൂടുതൽ നടപടികളിലേക്ക് കടക്കരുത് എന്ന് ഇഡിയോട് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. സത്യത്തിൽ CMRLനെതിരായിട്ടുള്ള നടപടികളിലേക്ക് കടക്കരുത് എന്നാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. പക്ഷേ ഇഡി വീണ വിജയനെതിരായിട്ടുള്ള നടപടിക്രമങ്ങൾ പോലും നടത്തിയില്ല. അവർ ഈ അന്തിമ വിധി വരാനായി കാത്തിരിക്കുകയായിരുന്നു. ഇന്നിപ്പോൾ അന്തിമ വിധി വന്നിരിക്കുന്നു. ആ വിധിയിൽ ഇഡിക്ക് മുന്നിൽ ഇനിയിപ്പോൾ യാതൊരു തടസ്സങ്ങളുമില്ല. സുപ്രീം കോടതി വരെ പോയി ഒന്ന് അപ്പീൽ നൽകാൻ ഒരു അനുവാദം തരുമോ, അല്ലെങ്കിൽ അതുവരെയെങ്കിലും സമയം തരുമോ എന്ന് CMRL ഇന്ന് ചോദിച്ചിരുന്നു ഹൈക്കോടതിയിലേക്ക്. പക്ഷേ ഹൈക്കോടതി അതും അനുവദിച്ചില്ല. CMRL ഒരുപക്ഷെ സുപ്രീം കോടതിയിലേക്ക് പോകുമായിരിക്കാം. പക്ഷേ അതിനിടയിൽ ഇഡി അന്വേഷണം തടഞ്ഞു വയ്ക്കാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മാത്രമല്ല, ഈ സുപ്രീം കോടതിയിൽ പോയാലും ഇനി വലിയ സ്കോപ്പ് ഈ പറയുന്ന CMRLന്റെ ആവശ്യത്തിനുണ്ടാകില്ല. കാരണം CMRL വാദിക്കുന്നത് ഇഡിക്ക് ഈ കേസ് അന്വേഷിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള വിഷയമാണ്. രണ്ട് പ്രധാനപ്പെട്ട സ്വകാര്യ കമ്പനികൾ തമ്മിലുള്ള വിഷയമാണ്. ഇതിൽ പബ്ലിക് ഇൻട്രസ്റ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇഡിക്ക് ഈ കേസ് അന്വേഷിക്കാൻ നിർവാഹമില്ല, അതിന് നിയമസാധുത ഇല്ല എന്നാണ് ഈ CMRL ഹൈക്കോടതിയിൽ വാദിച്ചത്. എന്നാൽ CMRLന്റെ വാദങ്ങളെ പരിപൂർണമായും കോടതി തള്ളിയിരിക്കുകയാണ്. ഇഡിക്ക് അന്വേഷണവുമായി മുന്നോട്ട് പോകാം എന്ന് ഇപ്പോൾ വിധി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ ഇഡിക്ക് ഇതനുസരിച്ച് എന്തും ചെയ്യാം എന്ന ഒരു സാഹചര്യമാണുള്ളത്. ഒരു കാരണവശാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ പിണറായി വിജയനോ വീണ വിജയനോ മറ്റേതെങ്കിലും കമ്പനികൾക്കോ ഇഡിയുടെ നടപടിക്രമങ്ങൾ തടസ്സപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ആക്രമണത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ ഇഡി പുതിയ പ്ലാനും പദ്ധതിയും തയ്യാറാക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇഡി മേധാവി ഇന്ന് കൊച്ചിയിലുണ്ട്. ഉന്നതതല യോഗം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ആ യോഗത്തിന് ശേഷം ഇഡിയുടെ പ്രൊസീജിയർ എന്താണ് എന്ന് ഒരുപക്ഷെ ഇഡിക്ക് കൃത്യമായ ധാരണയുണ്ടാകും. അതിനുശേഷം ഇഡി ഈ കേസിൽ വ്യക്തമായ മുന്നേറ്റം നടത്തുമെന്നാണ് സൂചന. ഉടൻ തന്നെ വീണ വിജയനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ, വേണമെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്താനുമുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല, മറ്റ് CMRL അടക്കമുള്ള മറ്റു പ്രധാനപ്പെട്ട കക്ഷികളെയും ചോദ്യം ചെയ്യാൻ സാഹചര്യമുണ്ട്. ഈ ഇഡിയെ ആക്രമിച്ച കേസിൽ അതിലും ഇഡി വളരെ കൃത്യമായ സൂക്ഷ്മ പരിശോധന നടത്തുന്നുണ്ട്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഇഡി ഈ കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെയും കണ്ണൂരിലെയും വസതി അടക്കം 12 കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടത്തിയത്. ആ റെയ്ഡിൽ വലിയ വിവാദമുണ്ടായിരുന്നു. ആ റെയ്ഡ് നടത്തി പുറത്തേക്കിറങ്ങിയ പിണറായി വിജയന്റെ വീട്ടിനുള്ളിൽ റെയ്ഡ് നടത്തി പുറത്തേക്കിറങ്ങിയ ഇഡി ഉദ്യോഗസ്ഥരെ തടഞ്ഞു വയ്ക്കുകയും ആക്രമിക്കുകയും വധിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ അതിനെതിരെ ശക്തമായ നിയമ നടപടികൾ ഇപ്പോൾ സ്വീകരിച്ചു വരികയാണ്. പ്രതികളെ അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ കേരള പോലീസിന്റെ അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്ന് ഇഡി കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് റിപ്പോർട്ട് നൽകിയിരുന്നു. കേന്ദ്ര ഏജൻസികൾ അന്വേഷണത്തിനെത്താനുള്ള എല്ലാ സാഹചര്യങ്ങളുമുണ്ട്. ഈ കേസിൽ നിന്നും സഖാക്കളെ അല്ലെങ്കിൽ നേതാക്കളെ എന്തിന് ഒഴിവാക്കുന്നു എന്ന ചോദ്യവും ഇഡി കഴിഞ്ഞ ദിവസം ഉന്നയിച്ചിരുന്നു. പ്രധാനപ്പെട്ട സഖാക്കളെ ഒഴിവാക്കാനും രക്ഷിക്കാനും കേരള പോലീസ് ശ്രമിച്ചേക്കും എന്നൊരു സൂചന ഇഡിയുടെ പക്കലുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ശക്തമായ ഒരു ഫോളോ അപ്പ് ഈ കേസിൽ നടത്തുന്നുണ്ട് എന്ന് മാത്രമല്ല, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശാനുസരണം കേന്ദ്ര ഇന്റലിജൻസ് ഏജൻസിയായ IBയും ഈ കേസിന്റെ പിന്നാലെ ഉണ്ട് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ കോടതി വിധി ഇഡിക്ക് അനുകൂലമാകുന്നത്. ഇഡി ഇപ്പോൾ തീർച്ചയായും മറ്റ് അനന്തര നടപടികളിലേക്ക് കടക്കും. പിണറായി വിജയനെ പ്രതി ചേർക്കുന്നതടക്കം
അടക്കമുള്ള നടപടികളിലേക്ക് ഇ.ഡി. കടക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം SFIO അന്വേഷണത്തിൽ ഈ പറയുന്ന 1.78 കോടി രൂപയുടെ ഇടപാട് മാത്രമല്ല, ബാങ്ക് വഴി സ്വീകരിച്ചിരിക്കുന്ന ഈ ഇടപാടിന് പുറമെ ബാങ്ക് വഴി അല്ലാതെ കോടിക്കണക്കിന് രൂപ പിണറായി വിജയനും അതുപോലെ തന്നെ വീണ വിജയനും CMRL വഴി ലഭിച്ചിട്ടുണ്ട് എന്ന സൂചന ഇ.ഡിക്ക് കിട്ടിയിട്ടുണ്ട് എന്നും ഇപ്പോൾ ചില സൂചനകളുണ്ട്. നേരത്തെ ഇത് കേസിൽ പരാതിക്കാരനായ ഷോൺ ജോർജ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇതുമായിട്ടുള്ള സൂചന, അതായത് വീണ വിജയന്റെ ഈ 1.78 കോടി രൂപ മാത്രമല്ല 100 കണക്കിന് കോടി രൂപ CMRL പിണറായി വിജയനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾക്ക് കൈമാറിയിട്ടുണ്ട്. ഇത് കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിയായി മാറുമെന്നും പിണറായി വിജയൻ അടക്കം പ്രതി ചേർക്കപ്പെടുമെന്നും നേരത്തെ മാത്യു കുഴൽനാടൻ MLAയും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതാണ്. ഇത്തരത്തിൽ കേസിൻ്റെ നാൾവഴികൾ അത് പിന്നിടുകയാണ്. മാത്രമല്ല കേസ് മറ്റ് ചില മാനങ്ങളിലേക്ക് കടക്കുകയുമാണ് എന്ന് തന്നെ ഈ ഘട്ടത്തിൽ വിലയിരുത്തേണ്ടി വരും. കോടതിയുടെ ഉത്തരവോടുകൂടി ഇ.ഡിക്ക് ഇതിൻ്റെ തടസ്സങ്ങളെല്ലാം നീങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഏതറ്റം വരെ പോകാനും തയ്യാറെടുക്കുകയാണ് ഇ.ഡിയുടെ മേധാവിയുടെ കേരളത്തിലെ സാന്നിധ്യം ഇതിൻ്റെ തന്നെ, അതും ഇന്നത്തെ ദിവസത്തെ സാന്നിധ്യം ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂചനയാണ്. മാത്രമല്ല വീണ വിജയൻ പാർട്ടിക്കുള്ളിലെ ചില ലിഖിത നിയമങ്ങൾ പോലും ലംഘിച്ചു എന്നും ഇപ്പോൾ ആരോപണം ഉയരുന്നുണ്ട്. BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ് ആണ് ഇക്കാര്യത്തിൽ ഗുരുതരമായ ആരോപണം ഇന്ന് ഉന്നയിച്ചിരിക്കുന്നത്. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമുണ്ട്. സർക്കാരുമായി ബന്ധപ്പെട്ട കമ്പനികളിൽ ഈ പറയുന്ന CPM നേതാക്കന്മാരോ അല്ലെങ്കിൽ നേതാക്കന്മാരുടെ മക്കളോ ഒന്നും യാതൊരു ഇടപാടുകളും നടത്താൻ പാടില്ല. അധികാരവുമായി ബന്ധപ്പെട്ട, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ മകൾക്ക് അങ്ങനെ ഒരു ഇടപാട് നടത്താൻ പാടില്ല എന്നിരിക്കെയാണ് എക്സാലോജിക്ക് CMRLുമായി കോടികളുടെ ഇടപാട് നടന്നിരിക്കുന്നത് എന്ന ഒരു വാർത്ത പുറത്തു വരുന്നുണ്ട്. അപ്പോൾ അവിടെ പാർട്ടിയുടെ ഒരു നിയമം പോലും ലംഘിക്കപ്പെട്ടിരിക്കുന്നു. വീണ വിജയൻ അത് ലംഘിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ സഖാക്കളും ഇപ്പോൾ വീണ വിജയനെതിരെ തിരിയുന്നു എന്ന സൂചനയും പുറത്തു വരുന്നുണ്ട്. എന്തായാലും കോടതിയിൽ നിന്ന് ഈ ഇ.ഡി അന്വേഷണവുമായി മുന്നോട്ട് പോകാം എന്ന വിധി വന്നതോടുകൂടി പിണറായി വിജയനെയും വീണ വിജയനെയും സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുകയാണ്. അല്ലെങ്കിൽ സഖാവ് അങ്ങനെയൊക്കെ ചെയ്യുമോ, സഖാവിൻ്റെ മകൾ സേവനം കൊടുത്തിട്ടല്ലേ പണം വാങ്ങിയത്, ഇങ്ങനെയൊക്കെയുള്ള ന്യായീകരണങ്ങളുമായി നടക്കുന്ന CPMൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരും അണികളും മാറി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നുവെന്നാണ് സൂചന. അതായത് തങ്ങൾ എന്തിനാണ് ഇത്രയധികം വഞ്ചിച്ചാൻ പാർട്ടിയെയും ജനങ്ങളെയും ഈ സംസ്ഥാനത്തെയും വഞ്ചിച്ച നേതാക്കന്മാരെ പിന്താങ്ങുന്നത് എന്ന ഒരു ചോദ്യം പാർട്ടി അണികൾക്കിടയിൽ ഉയരുകയാണ്. വ്യാപകമായി തിരുവനന്തപുരത്ത് നിന്നും പാർട്ടിയുടെ നേതാക്കന്മാരും അണികളും പാർട്ടി വിട്ട് പോകാനൊരുങ്ങുന്നു എന്ന സൂചനയും വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ഒരു CPM നേതാവ് BJPയിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടതാണ്. ഇത്തരത്തിൽ ഇങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് രാഷ്ട്രീയമായും അതുപോലെ തന്നെ നിയമപരമായും ഒട്ടനവധി പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കോടതി വിധിയാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. ആ വിധി അനുസരിച്ച് ഇ.ഡിക്ക് അന്വേഷണവുമായി മുന്നോട്ട് പോകാം. ഇ.ഡി എങ്ങനെ ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകണമെന്നത് സംബന്ധിച്ച്, പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസമുണ്ടായ ആക്രമണത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ എങ്ങനെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിനെക്കുറിച്ച് കൂടിയാലോചനകൾ നടത്തുകയാണ്. ആ ആലോചനയിൽ ഇ.ഡിയുടെ തലവൻ തന്നെ പങ്കെടുത്തിരിക്കുന്നു. വരും ദിവസങ്ങളിൽ വീണ വിജയനെതിരായിട്ടുള്ള നീക്കം ശക്തമാക്കും ഇ.ഡി എന്ന കാര്യത്തിൽ തർക്കമില്ല. വീണ വിജയനെതിരെ മാത്രമല്ല പിണറായി വിജയൻ പോലും ഒരുപക്ഷെ ഇതിനകത്ത് പ്രതിയാകാനുള്ള സാധ്യതയും ഇപ്പോൾ പലരും തള്ളിക്കളയുന്നില്ല.